കുറച്ച് പണം നഷ്ടപ്പെട്ടെങ്കിലും അവനൊരു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ സ്ഥാനത്ത് ഈ സിറ്റുവേഷനിൽ മറ്റൊരാളായിരുന്നെങ്കിൽ നിന്നെ കൊന്നുകളഞ്ഞേനെ. മനസ്സിലായിക്കോ? വാ മോള് എഴുന്നേക്ക്, വാ. എന്നിട്ട് മോള് ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷാക. പിന്നെ നിന്റെ കൂട്ടുകാരി പൂർണിമ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. അവളെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ? മോൾ അവിടെ ഉണ്ടാവണ്ടേ? ചെല്ല്, പോയി ഫാസ്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പഴയ ഗംഗയായിട്ട് വാ. ചെല്ലു മോളെ. ആ എന്താ സാറിനൊന്ന് കാണാൻ പറ്റില്ല? ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് കാണാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് കൈവിട്. ഇവരെ കടത്തി വിടണോ? വേണ്ട വേണ്ട, അവനെയും കടത്തി വിട്ടാരെ. സാർ ഗംഗ എവിടെ സാർ? ഉത്തരേന്ത്യയിൽ. ഉത്തരേന്ത്യയിലോ? ഹിമവൽ സാനുക്കളിൽ നിന്നും ഉത്ഭവിച്ച് പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഞ്ചൽ, അരുണാചൽ എന്നീ പ്രദേശങ്ങളുടെ ഒഴുകി ഒഴുകി അഴുകി ഒടുവിൽ ഈ പഞ്ചായത്തിൽ വന്ന് പതിക്കും. എന്താ സാർ, തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരണം. ഗംഗ അവള് സുരക്ഷിതയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം, കാര്യങ്ങൾ തുറന്നു പറയണം. പെട്ടി മോഷ്ടിച്ച കഥ പറയാനായിരിക്കും. സാർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവണം. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കുറച്ചു മുമ്പ് വരെ എന്റെ മനസ്സിൽ നീ ഒരു ചതിയനായിരുന്നു, കള്ളനായിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ നുണയാണ് സാർ, കല്ല് വെച്ച നുണ. സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ പോലെ സത്യസന്ധനായ ഒരാളെ കുറിച്ചാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗംഗ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാണ്. നീ അങ്ങോട്ട് ചെന്ന് അവളോടും നടന്ന കാര്യങ്ങൾ തുറന്നു പറ. അവളും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. എന്തുകൊണ്ടും എന്റെ മകക്ക് ചേർന്നവൻ നീ തന്നെയാണ്. നിൽക്ക്. രാഘവേന്ദ്ര സേട്ടുവിന്റെ മരുമകനാകാൻ പോകുന്ന നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്? പരമാനന്ദം, എടോ പരമാനന്ദം, ഇവൻ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ വാങ്ങിച്ചുകൂട്. പോകുന്നത് നമ്മുടെ പുതിയ കാറിൽ തന്നെ ആയിക്കോട്ടെ. കോളടിച്ചല്ലോ. ശ്രീകുട്ടി എന്തി അരച്ചോണ്ടിരിക്കുക? ചരച്ചോണ്ടിരിക്കുന്നു. അല്ല, അവളപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക. എന്താ? അയ്യോയ്യോയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? അങ്കിളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ? ഒരിക്കൽ ഞാനിത് ഊരിയെടുത്തതാണ്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന്. കരുണ, എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി. എന്റെ മോനും ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഇത് ഊരിക്കൊണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ 2 പുളിച്ച തെറി വിളിച്ചോ, അല്ലേ മറ്റാരും കാണാതെ കർണക്കുറ്റിക്ക് 2 ചളുക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയണ വർത്താനം പറയരുത്. അയ്യോ, മുളക് മുളക്. ഓ, കുറച്ച് വെള്ളം എന്താ, കുറച്ച് വെള്ളം എന്താ. കുഴപ്പമൊന്നുമില്ല. മുളക് വെള്ളം. അയ്യോ കരുണ, ഈ വിവാഹം പറഞ്ഞ പോലെ നടത്തണം. അല്ലാതെ ക്ഷീണിച്ചു പോയി, മനപ്രയാസം കൊണ്ടായിരുന്നു. അമ്മേ, പാപ്പി ചെല്ലുന്നിടത്തെല്ലാം പാതാളം. ഏത് പാപ്പി? താനാ 8ന്റെ സ്പാനർ എടുത്തേ? 8ന്റെ ഇല്ല, വേണമെങ്കിൽ 4ന്റെ 2 തരാം. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യത ഇല്ലായ്മ കുറവില്ലാതില്ല. ഏതായാലും നമുക്ക് കാശ് കിട്ടും. മിസ്റ്റർ ധർമ്മേന്ദ്ര, ആ നെറ്റ്സ് എല്ലാം എടുത്ത് ആ വിൽസ് എല്ലാം ഫിറ്റ് ചെയ്യൂ. ഹലോ, ഇത് പൂർണിമയുടെ വീടല്ലേ? അതെ, ഞാൻ പയ്യന്റെ അച്ഛനാണ്. എനിക്ക് വരാൻ അല്പ അസൗകര്യമുണ്ട്. അവനെ തനിച്ചാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ചെറുക്കന്റെ വീട്ടിൽ നിന്നാ വിളിച്ച്. വേറെ റെഡി ആയിക്കോളൂ, പയ്യനിപ്പോ എത്തും. വരണം വരണം. അത് ശരി,
താനായിരുന്നല്ലേ ചെറുക്കൻ? എന്നിവിടെ ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ? കൊള്ളാലോ ഈ വേഷവും പത്രാസൊക്കെ. എല്ലാം ഗംഗയുടെ ഡാഡി. വേണ്ട, ഇറങ്ങടോ ഇവിടുന്ന്. എന്താ മോളെ? ഈ കള്ളനെയാണോ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത്? ഗംഗ, നീ എന്തൊക്കെയാ പറയണേ? ഇവനെ വിശ്വസിച്ച് എന്റെ ഡാഡിയെ പോലും മറന്ന് കൂടെ ഇറങ്ങിപ്പോയവളാ ഞാൻ. ആ എന്നെ ചതിച്ച് കാശുകാരനായപ്പോ വലിയ സ്ത്രീധനവും പുതിയ ബന്ധമൊക്കെ അന്വേഷിച്ചിറങ്ങിയിരിക്കല്ലേ. ചതിയനാ നീ, ചതിയൻ. ഗംഗ, ഗംഗ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അന്ന് എന്താ സംഭവിച്ച? വേണ്ട, നിന്നെ അന്നേ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. മേലിൽ ഇത്തരം വേഷം കെട്ടലായിട്ട് എന്റെ അടുത്തോ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വരരുത്. ഗംഗ, ഗംഗ, ഞാൻ പ്രശ്നം ഒന്നും കൂടി രൂക്ഷമായി സാർ. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവള് നിന്നില്ല. അപ്പോ അവക്ക് നിന്നെ വേണ്ട എന്നർത്ഥം. പരമാനന്ദം, കാറിൽ നിന്ന് പാക്കറ്റിംഗ് എടുത്തേ. ഇനി നീ ഒരു കാര്യം ചെയ്യ്. ഈ ഡ്രസ്സും വാച്ചും മോതിരവും മാലയൊക്കെ ഒന്ന് ഒരുക്കി. ഇത് നിന്റെ പഴയ ഡ്രസ്സാ. ഊരടാ. സാർ, ഈ റൂട്ടിൽ വെച്ച് ഒരിക്കൽ നടുറോട്ടിൽ വെച്ച് എന്റെ ഡ്രസ്സ് അഴിപ്പിച്ചവനല്ലേ നീ? ഊരടാ. നീ എന്താ കരുതിയത്? എന്നെ വെറും ഫൂളാക്കി എന്റെ മോളെ കല്യാണം കഴിച്ച് ഒറ്റയടിക്ക് കോടീശ്വരനാവുന്നു. നടക്കില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കണ്ട തെണ്ടികൾക്ക് അനുഭവിക്കാൻ കൊടുക്കുമെന്ന് നീ കരുതിയോ? പരമാനന്ദം, എടോ പരമാനന്ദം, എന്ത് നോക്കിക്കോടോ? ഈ കാർ എടുത്ത് ഷെഡിൽ കൊണ്ടിടും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടോ, ഈ കാർ എടുത്ത് വീട്ടിൽ കൊണ്ടിടാൻ. ഈശ്വര, ഞാനിങ്ങനെ ഒരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. തിരിച്ചറിഞ്ഞടാ ഇവിടുത്തെ ചെക്കന്റെ തനിനിറം. എന്റെ മോന് സ്ത്രീധനം തരാനായി തന്റെ അനിയൻ കണ്ടുപിടിച്ച വഴികൊള്ള. സ്വന്തം അച്ഛനെ വരെ ഉപേക്ഷിച്ച് തന്റെ അനിയന്റെ കൂടെ ഇറങ്ങിപ്പോയ എന്റെ മുതലാളിയുടെ മോളുടെ പണവും പണ്ടവും അടിച്ചു മാറ്റിയവൻ മുങ്ങി. അനാവശ്യം പറയരുത്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇയാൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ അടവായിട്ട് കാക്കിട്ട് ഇറങ്ങിയിരിക്കുക. നമ്മുടെ ഹരീഷ്ണൻ വലിയ പണക്കാരനായി. അവൻ ഭയങ്കര സ്റ്റൈലില് പുതുപുത്ത കാറിൽ ചീറിപ്പാഞ്ഞു പോണ ഞങ്ങളെ ഉണ്ട്. കേട്ടോ, ഇപ്പോഴും വിശ്വാസമായില്ലേ? സഹോദരൻ വഞ്ചിച്ച പെൺകുട്ടി സംസാരിക്കേ. ഹലോ, ഞാൻ ഹരിയുടെ ഏട്ടനാ. അവനെ കുറിച്ച് കേട്ടൊക്കെ സത്യമാണോ? അതെ, സത്യാണ്. ഇനി ഇതിന്റെ പേരിൽ എന്നെ ആരും വിളിക്കരുത്. ഇപ്പൊ ബോധ്യായല്ലോ. ഇനി എന്തിനാ 3 പവന്റെ മോതിരോട്ടോണ്ട് നിൽക്കുന്നത്? അതെങ്കിൽ ഊരി തന്നെ മനസ്സമാനോട്ട് ഉറങ്ങട്ടെ. വരട്ടെ, മദറില്ല. മോളെ, ഹലോ. ഹലോ, അവനിന്ന് 35,000 രൂപ തരുമ്പോ 2,000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് 2,000 രൂപയ്ക്ക് മുതലിക്കൂല. തന്നെങ്കിൽ ഒരു 5,000 രൂപ തന്നെ. എന്നാ ഒരു 3,000 രൂപ തരാം. ധർമ്മേന്ദ്ര വാക്ക് മാറ്റരുത്. ഓ, ഇപ്പോഴെങ്കിലും എന്റെ പേര് കറക്റ്റ് ആയിട്ട് പിടിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞ ഞാൻ തന്നെ അപ്പാന്ന് വരെ വിളിക്കും. അതിന് നിനക്ക് അപ്പനണ്ട. ഹരി, നിന്റെ കറുത്ത കാറിന്റെ നീ അടിച്ചു മിനിച്ചു പോണെന്ന് ഞങ്ങൾ കണ്ട്. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നോ? അപ്പൊ നമ്മള് 3 പേരും ഒരു സ്വപ്നം കണ്ടോ? എടോ, ബോംബെക്കാരെ കടിഞ്ഞു പോട്ടാ. ഇത് കാശ് തരാതിരിക്കാനുള്ള ഇവന്റെ അടവാ. ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കിയാ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലുണ്ടോ? ശരിയാ, ഞാൻ പറ്റിക്ക, എല്ലാരും പറ്റിക്ക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്. നിൽക്ക്. അങ്ങനെ എല്ലാവരെയും പറ്റിച്ചിട്ട് ഈ വീട്ടിൽ കഴിയാന്ന് കരുതണ്ട. ഇറങ്ങണ വെളിയില്. കരുണേട്ടാ, വേണ്ട. കേറി പൊടിയത്ത്. ഞാൻ കൊടുക്കാനുള്ള പൈസ എല്ലാവർക്കും കൊടുക്കും. ഒരു പാവം പെണ്ണിനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടല്ല കടം വീട്ടേണ്ടത്, പെങ്ങളെ കെട്ടിക്കേണ്ടത്. ആരെയും ചതിച്ചോ പറ്റിച്ചോ അല്ല ഈ ഒറ്റക്കൈ നിന്നെ വളർത്തി എഞ്ചിനീയർ ആക്കിയത്. കരുണേട്ടാ, ഞാൻ മിണ്ടരുത്. ഇവളുടെ കല്യാണം നടത്താൻ ഇവളുടെ സ്വന്തം ഏട്ടനായ ഞാനുണ്ട്. അതിനൊരുത്തരുടെ സഹായം ആവശ്യമില്ല. ഇറങ്ങി പോടാ അവിടുന്ന്. മോനെ ഹരി, നീ ഒറ്റക്കല്ല. ഞങ്ങൾ 2 പേരും നിന്റെ ഒപ്പമുണ്ട്. നീ ഞങ്ങക്ക് കാശ് തരാനില്ലേ?
അതെണ്ണി വാങ്ങിക്കാതെ എങ്ങനെയാണ് നിന്നെ ഒറ്റക്ക് വിടുക? ഹരീഷ്ണ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. നീ എങ്ങോട്ടും പോകണ്ട. ഒരാൾക്ക് കൂടി കിടക്കാനുള്ള ഇടം ആ തിണ്ണലുണ്ടടാ. വേണ്ട ഏട്ടാ. വാ, ഒന്ന് തള്ളടേ. ഇനിയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൂടെ? അതിന് പെട്രോൾ നിന്റെ തന്ത അടിക്കുവോ? കേട്ടാ, നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണിച്ചോല്ലാത്ത തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. മോനെ, മോന്റെ ചോരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി പോസിറ്റീവ്. ധാരം. ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ എന്തുണ്ടാവും മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിൽ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, അത് മുതലാവില്ല. അപ്പൊ ഇവന്റെ 2 കിഡ്നി എടുക്കേണ്ടി വരും. ഡേയ്, നില്ലെടാ. അയ്യോ, ഓടിക്കടാ. പാവി പാത്തോട്ടുകടാ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഗംഗേ, നീ വിശ്വസിക്കും പോലെ ഞാൻ നിന്റെ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? തമ്പി, കണ്ടില്ലേ, ഇയാളാണ് ആണ്ടിപ്പെട്ടി. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അത് ഇയാളുടെ കട ഞാൻ വീട്ടിലായിരുന്നു. ഇയാളെ കാണുമ്പോ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? டேய், நான் உன்னை தேடி இங்க வந்து நன்றி சொல்றதுக்குதான். നன்റിയാ? ஆமா, நீ கிளம்பா. பிசினஸ்ல நான் வந்து நிறைய ஆளுங்களை பார்த்திருக்கு. ஆனா இவரு பெரிய ஆளு. பிசினஸ் ஃபெயில் ஆன கூட என்னோட காசுவ முதலும் வட்டியை சேர்த்து கரெக்டா கொடுத்துட்டேன். പണം ഞാൻ തന്നോ? എന്തൊക്കെ ഇയാള് പറയണേ? ഗംഗേ, വേണ്ട. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരും. ഗംഗേ, എടോ പാണ്ടി, തനിക്ക് എപ്പോഴോ പൈസ തന്നെ? என்ன தம்பி விட சொல்ற? தம்பி, இதெல்லாம் ஒரு டிராமா தான். அந்த பொண்ணு முன்னாடி இந்த மாதிரி நடிச்சா நீ எனக்கு தர வேண்டிய பணம் அந்த சேட்டு இல்லையா, அந்த பொண்ணோட அப்பே அவரு தரேன்னு சொல்றேன். സേട്ടു? ஆமா. ഞാൻ മണവാളൻ. ഞാൻ ധർമ്മേന്ദ്ര. സാറ് ശത്രുവിന്റെ കടക്കാരെ സെറ്റിൽ ചെയ്യുന്നൊരു മഹാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കുറെ കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. വേണമെങ്കിൽ അവന് വേറെ പെണ്ണും മക്കളും മക്കളും മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറയാം. മാത്രമല്ല, അവൻ ആഗോള ആഭാസനും സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർ പുത്രനുമാണെന്ന് പറയാം. അർത്ഥറിയിലേക്ക് എടുക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ കാശ് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറ് ആന്റിപ്പെട്ടിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? എന്നാ വാ വീട്ട്. എവിടെ പോണു? എന്താ ഇത്? കാശ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാഞ്ഞിട്ടാ. കണ്ണു തുറന്നു നോക്ക്. കാണുന്നില്ലല്ലോ. അതല്ലടോ, അവൻ എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനല്ലേ, കാണാനും തെറ്റില്ല. നല്ലൊരു തുക ശ്രീധരൻ തരുന്ന ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ അവന് വേണ്ടി ആലോചിക്കും. എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തും. അപ്പോ സ്ത്രീധനം കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എടുക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരേ ഒരു പണക്കാരനെ പരിചയമുള്ളൂ, അത് സാറാണ്. സാറിന്റെ മകൾക്ക് വേണ്ടി അവനെ ആലോചിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. മാത്രമല്ല, അവർ തമ്മിൽ ടിങ്കോലാഫിയിലാണല്ലോ. സാർ അവിടെ ഇരിക്കും. പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സാറിനെ വരച്ചു വെച്ചിരിക്കല്ലേ. ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാ. ഹരി, നീ ഇവിടെ വന്ന് കിടക്കാം. മഞ്ഞ് കൊണ്ടുവല്ല ഡെങ്കിപ്പനി പിടിച്ചാലോ മോനെ? ധാരാവിൽ ഇന്നാളൊരു ധർമ്മേന്ദ്ര തത്വമസി എഴുന്നേൽക്കട്ടെ മോനെ. നിന്റെ മുഖമെന്താ വാടിയിരിക്കുന്നേ? ഒന്നും കഴിച്ചില്ലേ? ഈ ധർമ്മേന്ദ്രട്ടം പോയി ചൂട് ചുക്ക് കാപ്പിയും പപ്പടോടെ മേടിച്ചിട്ടെ. നിങ്ങൾക്കിത് എന്താ പറ്റിയേ? മോനെ, നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരിച്ചുപോയ അച്ഛന്മാരെ പോലെ കരുതി ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ മറക്കൂടാ. ഡാ, നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? നിന്റെ കല്യാണം. സത്യത്തിൽ നീ തരാനുള്ള 2 ലക്ഷം കാശ് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ആലോചിച്ചാൽ മതി. പോത്തിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും പറഞ്ഞ പോലെ നിനക്കും കൂടി എന്തെങ്കിലും കിട്ടിക്കൊടുത്ത് കരുതി ഒരു ഫാൻസി എമൗണ്ട് സ്ത്രീധനം കിട്ടുന്ന ഒരു നല്ല സാധനത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബെഡാ പാർട്ടിയോ? എങ്കിൽ നാളെ തന്നെ എന്റെ ടാക്സിയിൽ പെണ്ണ് കാണാൻ പോവാ. പൈസ ഒന്നും തരണ്ട, വെയിറ്റിംഗ് ചാർജ്. കൊള്ളാം, നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. പക്ഷേ ദേഷ്യം വന്ന ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് പറയും? ദേഷ്യം കടിച്ചമർത്തും, അല്ലാതെ എന്താ ചെയ്യാ? നീ ആ സേട്ടുവിന്റെ മകളെ ഓർത്തോണ്ട് നടന്നാ നിന്റെ ജീവിതം കട്ടപ്പുകയടാ, കട്ടപ്പുക.
നീ ഞങ്ങൾ പറഞ്ഞ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ കോപ്പ്. എന്റെ കാശ് എന്നിലേക്ക് മണവാളിനും ധർമ്മേന്ദ്രൻ ഉണ്ടല്ലോ കൂടെ. ഞങ്ങൾ ഇവന് കാവലിരിക്ക. അത് നന്നായി. ഇവനിപ്പോ ശത്രുക്കൾ കൂടുതലുള്ള സമയാ. അതല്ല, ഇവ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ മോളെ ഇതൊക്കെ? കരുണേട്ടൻ അറിഞ്ഞ എന്താടാ കരുണേട്ടന് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം അങ്ങനെ. എന്നിട്ടാണോ കണ്ണി ചോലാണ്ട് ഇവനെ ഇറക്കിയിട്ടത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബക്കാരാണെങ്കിൽ എന്റെ കാശിങ്ങാടാ തരാ, ലോട്ടറി അടിക്കുമ്പോ തരാ. ഇവൻ സ്നേഹമുള്ളവനാണ്. തരാന്നെങ്കിലും പറഞ്ഞില്ലേ? ഇവൻ ശരിയല്ല. ഏട്ടൻ വീട്ടിലേക്ക് വരണം. എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഒരുത്തന്റെ മുതൽ കക്കാതെയും പിടിച്ചു പറിക്കാതെയും ഞാൻ നടത്തും. അല്ലെങ്കിൽ ഈ ആങ്ങളെ മരിച്ചോന്ന് കരുതിയാ മതി. നിങ്ങൾ ചെല്ല്. വാ. നീ പെങ്ങക്ക് വീണ്ടും അതിമോഹം കൊടുത്ത് നീ ആ കട എന്തെടുത്തിട്ടാ കല്യാണം നടത്തോടാ? വഴി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്. അവന് ബുദ്ധി വെച്ച് ധർമ്മേന്ദ്ര. നമസ്കാരം. എന്താ? പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. ആയിക്കോട്ടെ. വരൂ, കല്യാണ ശിവി മനസ്സിൽ ധ്യാനിച്ചു വരൂ. വരൂ വരൂ, ഇരിക്കൂ. അമ്മം വീടാണല്ലോ. ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുഠിരിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചല്ലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങ പിടിപ്പിക്കും. ഇതേതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വീലാങ്കയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ് ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം. ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. പറഞ്ഞ കുളോക്കണ്ട. നമുക്ക് നമ്മുടെ കാശ് കിട്ടണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവൻ തന്റെ ഒട്ടപ്പറന്നൊന്നും എന്താ ഒരു സ്വകാര്യം. അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളാ. മോള് ചെല്ല്. ദാ. കഴിക്ക്. നമ്മള് തമ്മിൽ കഴിക്കൂ. ലിലഫി ലഡു കഴിക്കൂ. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് പെണ്ണിനെ പിടിച്ചില്ലേ? എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം. ആ പെണ്ണിന്റെ കുറവ്. എനിക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു. എന്നാ നിങ്ങൾ പോയി സംസാരിക്കേ. വൈഷുട്ടായി, ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്തു ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ബൈ ദ ബൈ, എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. സാറേ സാറേ, സാമ്പാർ ഒഴിക്കാൻ വരട്ടെ. ഹരീഷ്ണന്റെ കല്യാണം ഉറപ്പിച്ചു. ബോംബെ തെരുവിന്ന് കാശുണ്ടാക്കി നാട്ടിൽ സെറ്റിൽ ചെയ്ത ഏതോ ഒരു ഒരുത്തിയെ കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. സാറിന്റെയോ ഉരിഞ്ഞില്ലേ? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ. മോളെ, ഈ ഡാഡിക്കൊരു വാശിയുണ്ട്. അവന്റെ കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും നിന്റെ കല്യാണം നടത്തണം. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. മോളെ, ഈ ഡാഡി പറയുന്നത് ഈ കാര്യത്തിൽ ഡാഡി എന്നെ നിർബന്ധിക്കരുത്. ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല ഡാഡി. കൂടി ഒന്ന് ആലോചിക്കും. എഴുന്നേക്കണ്ട, കിടന്നോളൂ. എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതേടോ, ഞാൻ പറയുന്നത് മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഡോക്ടർ എന്നെ സഹായിക്കണം. ഇതൊരു മാസീവ് അറ്റാക്കാണ്. ഇനി ഒരു അറ്റാക്കിനെ അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്.
അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. സിംല ആപ്പിളാണോ? മോള് വരുന്നു. വലിച്ചോ വലിച്ചോ. എന്താ വലിച്ചോളാൻ. ഡാഡി മോളെ, സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കേട്ടേക്ക. ഡാഡിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷേ മോളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഡാഡിക്ക് പോകാൻ വയ്യ. പരമാനന്ദം, താനിങ്ങനെ വിഷമിച്ചാലോ? താൻ വേണ്ടേ ഇവക്ക് ധൈര്യം കൊടുക്കാൻ? എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ആരുടെ കയ്യിലെങ്കിലും ഏൽപ്പിക്കണം. ഞാനൊരു കാര്യം തീരുമാനിച്ചു. മോളെ എതിര് പറയരുത്. എതിര് പറയരുത് മോളെ, എതിര് പറയരുത്. ഡാഡിയുടെ അന്ത്യാഭിലാഷമാണ് ലാസ്റ്റ് വിഷ്. പരമാനന്ദം, ഓ കള്ളനെങ്കിൽ കള്ളൻ. ഒരിക്കൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അത് തന്നെ അങ്ങ് നടക്കട്ടെ. വേണ്ട, അയാളെ ഒഴികെ വേറെ ആരെ വേണമെങ്കിലും ഡാഡി പറഞ്ഞു. എനിക്ക് സമ്മതം. സദ്യ വേണ്ട, സദ്യ വേണ്ട, സദ്യ വേണ്ട. എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്. ആ ഫിക്സ്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? ആ, അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. ഇനി നമുക്ക് കല്യാണ ചെലവ് കൂട്ടാം. എനിക്ക് പലിശ സഹിതം 2 ലക്ഷം ക 50,000 സ. നിന്റെ സ്ത്രീധനം മൊത്തം വരവ് 12 ലക്ഷം. ചെലവ് കഴിച്ച് 2,45,312 രൂപ ലാഭം. മാത്രമല്ല അവളൊരു പൊന്മുട്ട ഇടുന്ന താറാവാണ്, ഒരിക്കലും പൊരുന്നത്തില്ല. ഹരി നിൽക്കാൻ. വെറുതെ ഇടികൊണ്ട് തടി കേടാക്കാൻ നിൽക്കേണ്ട. അടുത്ത ആഴ്ച കല്യാണം. Come on. ഇത് പാഠമായിരിക്കട്ടെ. ധർമ്മേന്ദ്ര, താൻ എന്തുട്ട് ധാരാവിയാണോ? പോയി അടിക്കണോ? എന്നാ പിടിച്ചോ. കാരണം നമ്മുടെ ഹരികൃഷ്ണൻ അവിടെ കുറെ പേരിട്ട് തല്ലുന്നു. വിടല്ലേ, ഇതൊന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവനേട്ടാ ഞങ്ങളുടെ പണം മോഷ്ടിച്ചത്.
അറിയോനെ? ഇവനാ നിന്റെ പണമായിട്ട് കടന്നു കളഞ്ഞവൻ, അല്ല എന്റെ അനിയനല്ല. പറയണ സത്യം. പറയാൻ പറയില്ലല്ലേ? കൊടുത്താ മതി. അയ്യോ കൊളുത്തരുത്, ഞാൻ രക്ഷപ്പെട്ടോട്ടെ. കൊടുത്താൻ. അയ്യോ കൊടുത്തല്ലേ ഞാൻ എല്ലാം പറയാം. മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. ഇനി ഇവിടെ എന്തിനാ മരം കൂടെ നോക്കിയിരിക്കുന്നത്? ഓ സെഡ്ജി, എന്റെ ചെറുക്കനെ താൻ ഒരുപാട് ഉപദ്രവിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കള്ളനാക്കി. ഇനി അവന്റെ ദേഹത്തൊരു തരി മണ്ണെങ്ങാനും വീണാൽ കൊന്നുകളയും ഞാൻ. ഇങ്ങനൊരു നാടകം ഞാൻ പ്രതീക്ഷിച്ചില്ല ഡാഡി. സാറിന് ഹാർട്ട് അറ്റാക്ക് അല്ലാന്ന് കുട്ടിക്ക് മനസ്സിലായോ? അപ്പോ ഈ അസുഖം ഒരു അഭിനയായിരുന്നല്ലേ? എടോ പരമാനന്ദം, സാർ എല്ലാം വെറുതെ ആയല്ലോടും. എതിർത്തിട്ട് കാര്യമില്ല. ഇനി എതിർത്താൽ എന്റെ മോളെ എനിക്ക് നഷ്ടാവും. അതുകൊണ്ടൊന്നും നോക്കാനില്ല. ആ കല്യാണം തന്നെ അങ്ങ് നടത്താം. ഏത് കല്യാണം? ഹരിയും ഗംഗയായിട്ടുള്ള കല്യാണം. അതിന് താനെന്തിനാ ഞെട്ടുന്നേ? നിങ്ങളിങ്ങനെ തരം പോലെ വാക്ക് മാറ്റി പറഞ്ഞ ആപ്പിലായത് ഞാനാ. എത്ര പ്രാവശ്യം മോതിരം ഇടുക ഊരുക. എന്ത് പോക്കർത്തല്ല ഇത്? താൻ എന്താ ഈ പറയുന്നേ? ഈ ഹരിയുടെ പെങ്ങളും എന്റെ മോനും തമ്മിൽ ഇതുപോലെ അല്ലപ്പാ. സാറിന്റെ മോക്ക് വാക്ക് കൊടുക്കുമ്പോ ഞാൻ അവർക്ക് വാക്ക് കൊടുക്കും. സാറ് വാക്ക് മാറ്റുമ്പോ ഞാനും വാക്ക് മാറ്റും. ഇത് തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി കല്യാണം എന്ന് പറഞ്ഞ് തേവരെ തെരുവിലോട്ട് ചെന്നാൽ അവരെന്നെ ഡൈനാമിറ്റ് വെച്ച് തേമ്പും. ഓഹോ, ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഉണ്ട്. എങ്കിൽ തന്റെ മോന്റെ കല്യാണം നടക്കട്ടെ. കരുണ, അമ്മാ, എന്താ സുഖമാണോ? ആ, വീട്ടിൽ കയറി വരുന്നവരോടൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? തനിക്കിപ്പോ എന്താ വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഈ മോതിരം വീണ്ടും കൊച്ചിന്റെ വിരലിലോട്ട്. എഴുന്നേക്കടോ. ഞങ്ങൾക്ക് കാശിന്റെ കുറവേ ഉള്ളൂ, അല്ലാണ്ട് അഭിമാനത്തിന് കുറവില്ല. മാത്രമല്ല തന്റെ മകനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയരുത് കരുണ. 10 പൈസ സ്ത്രീധനം വാങ്ങാതെ ഈ മോളെ എന്റെ മോൻ കെട്ടും. താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കില്ല. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കണം. നിങ്ങളെയൊക്കെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, മനഃപൂർവ്വമല്ല. അതൊക്കെ ഇറേസ് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഫ്രഷ് ആയിട്ട് ബ്രെയിനി ഫീഡ് ചെയ്യണം. ഞാൻ ഇനി തടഞ്ഞാലും എന്റെ മോൻ അനുസരിക്കില്ല. അവൻ ഇവിളെ വിളിച്ചോണ്ട് വല്ലയിടത്തേക്കും ഇറങ്ങിപ്പോയ ആകെ നാറ്റ കേസാവും. നമ്മുടെ അഭിമാനം. എന്റെ മോൻ ഇവളല്ലാണ്ട് മറ്റൊരു പെണ്ണില്ല. കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ശരി, കല്യാണം നടത്താം. പക്ഷേ നാളെ തന്നെ നടത്തണം. നാളെയോ? അതെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഈ കല്യാണം നടക്കും. അത് പിന്നെ അല്ലെങ്കിൽ താൻ വാക്ക് മാറ്റും. ഇല്ല, സമ്മതിച്ചിരിക്കുന്നു. നാളെ തന്നെ നടത്താം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. വരൂ ഒന്ന്. കാൽക്കാശ് മുടക്കില്ല. നിന്റെ പെങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള കല്യാണം നടക്കും. നിന്റെ എല്ലാ കടബാധ്യതകളും തീരും. എന്റെ ചില കണ്ടീഷനുകൾ അനുസരിച്ചാൽ മാത്രം. നീ നാട് വിടണം. എന്റെ മുതലാളിയുടെ മകളുമായുള്ള എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കണം. നിന്റെ ഓർമ്മയിൽ പോലും അവൾ ഇനി ഉണ്ടാവരുത്. ഇനി അതല്ല, പെങ്ങളെക്കാൾ വലുത് സ്നേഹിച്ച പെണ്ണും അവളുടെ സൗഭാഗ്യങ്ങളുമാണെങ്കിൽ ഈ കല്യാണം നടക്കില്ല. ഒന്നുകിൽ പെങ്ങളുടെ കല്യാണം, അല്ലെങ്കിൽ നിന്റെ കല്യാണം. എന്തു പറയുന്നു? ശ്രീകുട്ടിയുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങാൻ പാടില്ല. കരുണേട്ടനെയും അമ്മയൊക്കെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. ഗംഗയെ ഞാൻ മറക്കാം, ഈ നാട് വിട്ടു പോവാം. പക്ഷേ പെങ്ങളുടെ താലികെട്ട് കാണാനെങ്കിലും എന്നെ അനുവദിക്കണം. ഇനി താലിയിട്ട് കഴിഞ്ഞ് വാക്കുമാറാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നോർത്തോ, പെങ്ങള് നിന്റെ വീട്ടിൽ തന്നെ നിൽക്കും. വരട്ടെ. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. ഹരി എന്നോട് പൊറുക്കണം, ഒക്കെ മറക്കണം.
എന്റെ പേരിലുള്ള സ്വത്തുക്കളാണ് നമുക്കിടയിൽ ഏറ്റവും വലിയ തടസ്സമായിരുന്നത്. എന്റെ വീടും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. അതെ, എന്നെ ഈ മഴയത്ത് ഇങ്ങനെ നിർത്തുകയാണോ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? ഇല്ല, നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെ. എന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന നീ ഇനി എനിക്കൊരു ഭാരമായിരിക്കും. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് താങ്ങാനാവാത്ത ഭാരങ്ങളും ബാധ്യതകളുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി വയ്യ. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. ഹരിയേട്ടൻ എവിടെ? ഹരി, ഹരി. അതെ, വേഗം ഇറങ്ങാൻ നോക്ക്. ചെക്കനും പെണ്ണും വീട്ടിൽ കയറാനുള്ള മുഹൂർത്തമായി. അല്ല, എന്നാലും മരം കൊണ്ട് അവിടെ പോയി. മോനെ ഹരി, ഛേ, മോനെ. ഇതൊരു വിഷയമാക്കണ്ട. സമയം പോകുന്നു. വേഗമാവട്ടെ, വേഗമാവട്ടെ. അല്ല, ഹരിയേട്ടൻ വരാതെ. ഹരി, ഹരികൃഷ്ണ. അവനെ വിളിക്കണ്ട, അവൻ പോയി. പോയോ? എവിടെ പോയി? ഈ കല്യാണം നടക്കണമെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോണമെന്ന് ഇയാൾ അവനോട് പറഞ്ഞു. അവനായിട്ട് ഈ കല്യാണം മുടങ്ങണ്ടെന്ന് കരുതി അവൻ പോയി, ഈ നാട് വിട്ടു പോയി. എന്നെ ഉപദ്രവിക്കരുത്, എല്ലാ സേഠ്ജി പറഞ്ഞിട്ടാ. ഇറങ്ങി വേണം പൊന്നസേട്ടു. എന്താ എന്താ എവിടെ എന്റെ മുതലാളി? മുതലാളി മോളെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക. വെട്ടിക്കൊല്ലണ പന്നിട പോലെ. ഇനി കൊല്ലണമെങ്കിൽ കൊന്നു, മടിക്കണ്ട. ഇവൻ എൻ്റെ മകളുടെ പുറകെ കൂടിയത് സ്വത്ത് മോഹിച്ചിട്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യായി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവനാണ് ഇവനെന്ന്. എൻ്റെ മകൾ തെരഞ്ഞെടുത്തത് ഏറ്റവും യോഗ്യനായ ഒരുത്തനെ തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ തടസ്സപ്പെടുത്തിയ ഇവരുടെ യാത്ര ഇന്ന് തുടരാൻ അനുവദിച്ചത്. എല്ലാ കാര്യവും ഇയാൾ തീരുമാനിക്കാൻ വരട്ടെ. അങ്ങനെ ഈ യാത്ര ഇപ്പൊ തുടരണ്ട. ഹരി, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങാൻ. ആദ്യം കല്യാണം, എന്നിട്ട് മതി യാത്ര. രക്ഷപ്പെട്ടു. ഇനി ആ ടിക്കറ്റിൽ ഈ മണവാളിന് മണവാട്ടിക്ക് യാത്ര ചെയ്യാലോ. എടാ മണവാള, ഇപ്പഴാ നീ ശരിക്കും മണവാളനായത്.
ആ മിസ്റ്റർ സേഠ്, ആ. ഇന്നലെ വരെ ഞാനൊരു ദരിദ്രനായിരുന്നു. അതുകൊണ്ട് ഈ ലോ ക്ലാസിന്റെ തോളത്ത് കൈയിട്ട് നടന്നു. ഇന്ന് രാവിലെ കൃത്യം 11 മണിക്ക് ഞാൻ ഇവിടെ വിവാഹം കഴിച്ചതോടെ ഞാനും ഒരു ലക്ഷപ്രഭുവായി മാറി. നമ്മൾ സമ്പന്നന്മാരുടെ പ്രശ്നങ്ങൾ. എടോ ദേ ഇവരെ കണ്ടില്ലേ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ സന്മനസ് കാണിക്കുന്നു. അവരാണോ യഥാർത്ഥ സമ്പന്നർ. സോറി, ഞാനപ്പോൾ കുചേലിന്റെ തോളത്താണോ ഇത്ര നേരം കൈവച്ചോണ്ടിരുന്നത്? ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഞാനും ഒരു കൊച്ചു സമ്പന്നനാണ്. എന്നാ കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ.